മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതരിൽ സർക്കാർ പണിയുന്ന ടൗൺഷിപ്പിലെ 7 കുടുംബങ്ങൾ ടൗൺഷിപ്പിൽ താമസത്തിന് ഒരുങ്ങുകയാണ്. എല്ലാ പണികളും പൂർത്തീകരിച്ച വീടിന്റെ താക്കോലുകൾ കൈമാറി. അടുത്ത ആഴ്ച മുതൽ ഓരോ ക്ലസ്റ്ററുകളായി ഉടമസ്ഥർക്ക് കൈമാറും. നൈനികയും ദേവികയും ടൗൺഷിപ്പിലെ പുൽത്തകിടിയിൽ ഓടിക്കളിക്കുമ്പോൾ കണ്ടു നിൽക്കുന്നവരുടെ കൂടി മനസ്സ് നിറയും. കഴിഞ്ഞുപോയ ഉരുളിൻ്റെ ഇരുണ്ട മുഖം കാലത്തിനൊപ്പം മാഞ്ഞുപോയി. പ്രകൃതി സുന്ദരവും എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞ പുതിയ വീടുകളിലേക്ക് ജീവിതം കരുപിടിപ്പിക്കാൻ എത്തുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് സന്തോഷവും വാക്കുകളിൽ ആത്മവിശ്വാസവും സർക്കാരിനോട് നന്ദിയും നിറഞ്ഞൊഴുകുകയാണ്. വള്ളിയമ്മയുടെയും തമ്പിയുടെയും എല്ലാം വാക്കുകളിൽ അതുണ്ട്. കുഴപ്പമില്ല, നല്ല വീടൊക്കെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ നോക്കിയിട്ട് കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. വീട് ഇഷ്ടപ്പെട്ടു. എപ്പോൾ നാളെ വേണമെങ്കിലും. ഞങ്ങൾ ഒരുമിച്ച് വന്നതല്ലേ, എല്ലാവരും കൂടെ ഒരുക്കെങ്കിൽ അത്രയ്ക്ക് സന്തോഷമാണ്. ഞങ്ങൾ മാത്രം വന്ന് താമസിച്ചാൽ അവരും നമ്മളെ പോലെ ബുദ്ധിമുട്ടിയവരല്ലേ, അതുപോലെ എല്ലാവരും വരണം. എത്ര പറഞ്ഞാലും മതിയാവില്ല. നമ്മൾ സർക്കാരിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അവർ ഞങ്ങൾക്ക് നല്ല സന്തോഷത്തിലുള്ളൊരു വീട് ഞങ്ങൾക്ക് തന്നു. അതിൽ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ. ഇനി ഇവിടെ ഇപ്പോൾ ഞങ്ങളടുത്ത് കയറി താമസിക്കുക, എപ്പോൾ വേണമെങ്കിൽ താമസിക്കാമെന്ന് പറഞ്ഞിരിക്കണേ. പക്ഷേ ഞങ്ങൾ 178 ആൾ കുടുംബങ്ങളുണ്ട്. പൈസ പണിയിലുള്ളവരാണ്, പൂർണ്ണമായി നഷ്ടപ്പെട്ടവരാണ്. അപ്പോൾ അവർ ഞങ്ങളെ എല്ലാവരും ഒരുമിച്ച് കൂടാന്നുള്ളൊരു അഭിപ്രായമാണ് ഞങ്ങൾക്ക്. അതെല്ലാം പോയി, ഇപ്പം നച്ചതെല്ലാം പോയല്ലോ. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ജീവിതം തുടങ്ങാന്നുള്ളത് അത് സർക്കാർ നമ്മളെ കൂട്ടിപ്പിടിച്ചു. പിന്നെ സർക്കാർ മാത്രമല്ല, ഇതിലൊക്കെ സഹായിച്ച ആൾക്കാർ കണ്ടമാനുണ്ട്. അവർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് കുടിവെള്ളവും വൈദ്യുതിയുമെല്ലാം എത്തിക്കഴിഞ്ഞു. വീടുകൾ ഉടമകളെ വരവേൽക്കുകയാണ്. 178 വീടുകൾ കൈമാറുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ നമ്മൾ ഏതാണ്ട് 178 വീടുകൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ക്ലീനിങ് വർക്കുകളും അതേപോലെ തന്നെ കുറച്ച് പബ്ലിക് കമ്മ്യൂണിറ്റീസ്, കുറച്ച് റോഡുകൾ, അങ്ങനത്തെ കുറച്ച് വർക്കുകളാണ് ഇപ്പോൾ പെൻഡിങ് ആയിട്ടുള്ളത്. അതിപ്പോൾ ഈ 2-3 ദിവസം കൊണ്ട് അത് കംപ്ലീറ്റ് ആവും. സോ അതിൻ്റെ പ്രൊസീജർ, അതിൻ്റെ ഒരു കൈമാറുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രൊസീജർ എന്ന രീതിയിൽ നമ്മൾ എന്താക്കുന്നത് വെച്ചാൽ ഈ ഉപഭോക്താക്കളെയും അതേപോലെ തന്നെ നമ്മുടെ ഊരാലങ്ങൾ പ്രതിനിധികളും അതേപോലെ തന്നെ കിഫ്കോൻ്റെ പ്രതിനിധികളും സംയുക്തമായിട്ട് ഒരു പരിശോധന ഇന്ന് നടത്തിയ. ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം ടൗൺഷിപ്പിൽ നിന്നും PV ജോഷില.